ദിവസങ്ങളായി വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പതഞ്ജലിയും ഉടമ യോഗ ഗുരു ബാബ രാംദേവും. സുപ്രീം കോടതിയോട് പതഞ്ജലി ഉടമ ബാബ രാംദേവ് മാപ്പ് പറയുകയും മാപ്പ് തൽക്ഷണം സുപ്രീം കോടതി തള്ളിക്കളയുകയും ചെയ്തതെല്ലാം വാർത്തകളിൽ പ്രധാന തലക്കെട്ടുകളായി നിറഞ്ഞു നിന്നു. ഇപ്പോഴിത് പതഞ്ജലിയുടേതായി മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്തെന്നാൽ പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡ് അതിന്റെ പോർട്ട്ഫോളിയോയിൽ മാറ്റങ്ങൾ വരുത്തുകയാണ്. ടൂത്ത് പേസ്റ്റ്, ഓയിൽ, സോപ്പ്, ഷാംപൂ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷ്യേതര ബിസിനസ് കൈമാറാനാണ് ശ്രമം. ബാബ രാംദേവിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള മറ്റൊരു കമ്പനിയായ പതഞ്ജലി ഫുഡ്സ് ലിമിറ്റഡിനെ ഈ ബിസിനസ് നിർദ്ദേശവുമായി പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡ് സമീപിച്ചു. ഗ്രൂപ്പിനിടയിൽ പോർട്ട്ഫോളിയോകൾ കൈമാറി നിക്ഷേപകരെ പിടിച്ചു നിർത്താനാണ് നിലവിലെ ശ്രമം. പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡിന്റെ ഭക്ഷ്യേതര ബിസിനസ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട കത്ത് ലഭിച്ചതായി പതഞ്ജലി ഫുഡ്സ് തന്നെ ഓഹരി വിപണി ഫയലിംഗിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന പതഞ്ജലി ഫുഡ്സ് ലിമിറ്റഡിന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡിൽ നിന്ന് ലഭിച്ച ഭക്ഷ്യേതര ബിസിനസ് വിൽക്കുന്നതിനുള്ള പ്രാരംഭ നിർദ്ദേശം ചർച്ച ചെയ്തതായും റിപ്പോർട്ടുകളുണ്ട്. പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡിന്റെ നോൺ ഫുഡ് പോർട്ട്ഫോളിയോയുമായുള്ള സമന്വയം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഏറ്റവും കാര്യക്ഷമമായ മാർഗം വിലയിരുത്തുന്നതിന് ബോർഡ് തത്വത്തിൽ അംഗീകാരം നൽകിയെന്നാണ് വിവരം. വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത പാലിക്കാനും പ്രൊഫഷണലുകളെ നിയമിക്കാനും നിർദ്ദേശത്തിന്റെ നിബന്ധനകളും വ്യവസ്ഥകളും ചർച്ച ചെയ്യാനും കൂടുതൽ പരിഗണനയ്ക്കായി ഓഡിറ്റ് കമ്മിറ്റിക്കും ബോർഡിനും കണ്ടെത്തലുകൾ റിപ്പോർട്ട് ചെയ്യാനും അധികാരപ്പെടുത്തിയതായി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫയലിംഗിൽ പതഞ്ജലി ഫുഡ്സ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയതായി വ്യക്തമാക്കുന്നു. ഇതിനു മുൻപും പതഞ്ജലി ഫുഡ്സ് ഗ്രൂപ്പിന്റെ മറ്റു കമ്പനികളിൽ നിന്ന് ബിസിനസ്സുകൾ ഏറ്റെടുത്തിട്ടുണ്ട്. ഉൽപ്പന്ന പോർട്ട്ഫോളിയോ ശക്തിപ്പെടുത്തുന്നതിന് 2021 മെയ്യിൽ 60.03 കോടി രൂപയ്ക്ക് പതഞ്ജലി നാച്ചുറൽ ബിസ്ക്കറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബിസ്ക്കറ്റ് പോർട്ട്ഫോളിയോ കമ്പനി ഏറ്റെടുത്തിരുന്നു. 2021 ജൂണിൽ 3.50 കോടി രൂപയ്ക്ക് ന്യൂഡിൽസ് ബ്രേക്ക്ഫാസ്റ്റ് സെറൽസ് ബിസിനസ്സും 2022 മെയ്യിൽ 690 കോടിക്ക് പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡിന്റെ ഭക്ഷ്യ ബിസിനസ്സും കമ്പനി കൂടെ കൂട്ടിയിരുന്നു. പതഞ്ജലി ആയുർവേദ് ലിമിറ്റഡിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം കമ്പനിയുടെ ഉൽപ്പന്ന പോർട്ട്ഫോളിയോ വീണ്ടും ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. ഇത് പതഞ്ജലി ഫുഡ്സിന്റെ വരുമാനവും നികുതിക്ക് മുൻപുള്ള വരുമാനവും വർദ്ധിപ്പിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നു. 1986 സംയോജിപ്പിച്ച പതഞ്ജലി ഫുഡ്സ് ലിമിറ്റഡ് മുൻപ് രുചിസോയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ത്യയിലെ മുൻനിര FMCG പ്ലെയറുകളിൽ ഒന്നാണ് കമ്പനി. പതഞ്ജലി, രുചി ഗോൾഡ്, ന്യൂട്രല തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ പിന്നണിക്കാരാണ്. ഭക്ഷ്യ എണ്ണകൾ, ഭക്ഷണം, FMCG, വിൻഡ് എനർജി എന്നിങ്ങനെ മികച്ച പോർട്ട്ഫോളിയോ കമ്പനി അവകാശപ്പെടുന്നു. അതേസമയം പോർട്ട്ഫോളിയോ കൈമാറ്റവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നിലവിൽ പ്രാരംഭഘട്ടത്തിൽ മാത്രമാണ്. പോർട്ട്ഫോളിയോയുടെ മൂല്യം, ഇടപാട് തുക, നിബന്ധനകൾ പോലുള്ള കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിലായിരിക്കും പുറത്തുവരിക.